ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാനെൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പല സ്ഥലങ്ങളിലായി നാം ആയിരിക്കുന്നുവെങ്കിലും ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയോട് നാം അടുത്ത് വരികയാണ്. പ്രാർത്ഥിച്ച് ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും കഴിയുന്നത്രയും അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. കൊയർ ഇപ്പോൾ ഒരു പാട്ട് പാടും. നമ്മുടെ ഹൃദയനിലങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങപ്പെടുമാറാകട്ടെ. ചേർന്ന് പാടി അതാത് സ്ഥലങ്ങളിൽ നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. നിന്റെ ഹിതം പോലെ തന്നെ നിത്യം നടത്തിയിടണേ എന്നുള്ള പാട്ട് നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിൻ്റെ മക്കളായ അടിയങ്ങൾക്ക് കർത്താവെ ഒന്നിച്ച് അവിടുത്തെ പാദപീടെ ചേർന്ന് വന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് തരുന്ന നല്ല ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാൻ, അവിടുത്തെ സന്നിധിയിലെ പ്രമോദം അനുഭവിപ്പാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഒന്നിച്ച് ഞങ്ങൾ അവിടുത്തെ പാദപിടുത്തങ്ങളായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളോട് ഇടപെടുമാറാകണം. കർത്താവെ, അവിടുത്തെ ആത്മാവ് ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ, ഞങ്ങളോട് സംസാരിക്കുന്നത്, ഞങ്ങളോട് ഇടപെടുന്നത്, കർത്താവെ സ്വതന്ത്രമായ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് കർത്താവെ വാസ്തവമായിട്ട് ഞങ്ങൾ അറിഞ്ഞ് അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിച്ചാട്ട്. കഴിഞ്ഞ ഒരാഴ്ചവട്ടം കൂടെ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു. കർത്താവെ സ്വതന്ത്രം അവിടുത്തെ വലിയ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഒന്നിച്ചായിരിക്കുന്നു. അവിടുത്തെ മഹനീയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളോട് ഇടപെട്ടാട്ട്. ഹല്ലേലൂയ. അവിടുത്തെ ശക്തിയാൽ ഞങ്ങൾ നിറയപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ വീണ്ടും സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും പേരുപേരായി ഏഴാം പ്രതിയായി തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ യൗവനക്കാർക്കായിട്ട്, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ മാതാപിതാക്കൾക്കായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒന്നിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനും അല്പസമയം അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാനും കർത്താവ് സഹായിച്ചാട്ട്. പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട്, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ ഇന്ന് മക്കളെ കർത്താവ് പ്രത്യേക കൃപയാൽ നിറച്ചാട്ട്. ഹല്ലേലൂയ. കർത്താവേ സ്തുതികളാൽ സ്തുതികളാൽ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. അവിടുത്തെ ഇമ്പമേറിയ സ്വരം കേൾക്കുവാൻ നീ ഞങ്ങൾക്കിടയാക്കിക്കാട്ട്. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളോട് സംസാരിക്കണം. തിരുവചനത്തിൽ നിന്ന് കർത്താവെ ഞങ്ങൾക്ക് പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ വാസ്തവമായിട്ട് കർത്താവെ ശക്തി നിറയുവാൻ കർത്താവെ നീ അവിടുത്തെ വചനത്തിൽ കൂടി ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്നും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന ആദ്യോട് അന്തോ അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കും. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗ്ഗ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാം. എല്ലാവർക്കും ചേർന്ന് പാടി ഒരു മനസ്സോട് ഏകഹൃദയത്തോട് ദൈവത്തിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നാം വേർപെട്ടിരിക്കുകയാണ്. ചില പാട്ടുകൾ കൊയർ ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ഒന്നിച്ച് മഹത്വപ്പെടുത്താം. സന്തോഷത്തോടെ എല്ലാവരും കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ഹല്ലേലൂയ. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും, പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും, ആരിതന്നു തുല്യമില്ലൊന്നും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. നൽകിയവൻ രക്ഷാദാനം എന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം. നൽകിയവൻ രക്ഷാദാനം എന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം. തൻ പദസേവയതിന്റെ അഭിമാനം ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ആയിരം നാവുകളാലും 10,000 വാക്കുകളാലും, 1000 നാവുകളാലും 10,000 വാക്കുകളാലും ആദിത്യ സ്നേഹമവന്യമാരായ
നിത്യത തന്നിൽ ഞാനെത്തും, തന്റെ സ്തുത്യപദങ്ങൾ ഞാൻ മുത്തും. നിത്യത തന്നിൽ ഞാനെത്തും, തന്റെ സ്തുത്യപദങ്ങൾ ഞാൻ മുത്തും. ഭക്തിയിലാനന്ദം കണ്ടത് വീണ്ടും ഞാനെന്നും സ്തുതിക്കും. എൻ പരനെ തിരുമനസ്സുകളിൽ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും, പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും. ആരും തന്നന്തിനു തുല്യമില്ലെന്നും ഞാനെന്നും സ്തുതിക്കും. എൻ പരനെ തിരുമനസ്സുകളിൽ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. എൻ പരനെ തിരുമനസ്സുകളിൽ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുവാൻ, കർത്താവേ ആ മനോഹര ഗീതം പാടി കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുവാൻ അവിടെ ഞങ്ങളെ ഒന്നിച്ച് സഹായിച്ചല്ലോ. ഹല്ലേലൂയ. പാപത്തിൻ ശാപത്തിൽ നിന്നും എൻ്റെ പ്രാണനെ കാത്തവനെന്നും, ഹല്ലേലൂയ, പാരിൽ തൻ അൻപിന് തുല്യമില്ലൊന്നും എന്ന് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പാട്ടുകളൊക്കെ ഞങ്ങൾ പാടുമ്പോൾ ഞങ്ങളുടെ ഹൃദയനിലങ്ങൾ കർത്താവെ സന്തോഷിച്ചുകൊണ്ട് അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകുന്നല്ലോ. ഹല്ലേലൂയ. ഈ പാരിൽ അങ്ങയുടെ അൻപിന് തുല്യമായിട്ട് വേറൊന്നും ചൊല്ലുവാൻ ഞങ്ങൾക്കില്ല. അവിടുന്ന് ഞങ്ങളെ ഉലക സ്ഥാപനത്തിന് മുന്നമേ സ്നേഹിച്ചു. ഉലകം സൃഷ്ടിക്കുന്നതിന് മുന്നമേ കർത്താവ് ഞങ്ങളെ പേർ ചൊല്ലി വിളിച്ചിരുന്നു. ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഞങ്ങൾ ഉരുവാകുന്നതിന് മുമ്പേ കർത്താവ് ഞങ്ങളെ കണ്ടിരുന്നു. ഹല്ലേലൂയ. ഒരു നന്മയും ഞങ്ങളിലില്ലാതിരുന്ന കാലത്ത് തന്നെ കർത്താവ് ഞങ്ങളെ കണ്ടു, ഞങ്ങളെ വിളിച്ചു. അവിടുത്തെ രാജ്യത്തിൽ നിന്റെ മക്കളാക്കി അവിടുത്തെ അവകാശികളാക്കി തീർക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. യാതൊരു യോഗ്യതയും ഇല്ലാത്തവരായിരുന്നു. കർത്താവെ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് ഞങ്ങൾ മാറ്റപ്പെടേണ്ട ഒരു അവസരം വന്നാലും കർത്താവെ, ഞങ്ങൾക്ക് വലിയ പ്രത്യാശ കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. ലോകത്തിൽ ഞങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സ്നേഹത്തിൽ ഒന്നിച്ച് അങ്ങേ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ കർത്താവെ ഈ മനോഹര ഞായറാഴ്ചയിലും കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. അവിടുത്തെ സാന്നിധ്യത്തിനായിട്ട്, അവിടുത്തെ എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ വാഴ്ത്തുന്നു. കർത്താവെ, അവിടുത്തെ ഞങ്ങളോട് വീണ്ടും വിടുവാറാകണം. അവിടുത്തെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണം. പരപരമേശ വരമരുളീശ എന്നുള്ള പാട്ട് നമുക്ക് വീണ്ടും ചേർന്ന് പാടാം. പരപരമേശ വരമരുളീശ. പരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. പരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. എന്റെ ഭാഗ്യനിറവല്ലോ നിന്റെ എല്ലാ നടത്തിപ്പും
ആദിയെങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. ആദിയെങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. പരപരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. കാർമേഘത്തിനുള്ളിൽ ഞാൻ നിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിൽ ഞാൻ നിന്നും സൂര്യശോഭ കാണും. പരപരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. സന്ധ്യയെങ്കൽ വിലാപവും സന്തോഷമുഷസ്സിങ്കലും. സന്ധ്യയെങ്കൽ വിലാപവും സന്തോഷമുഷസ്സിങ്കലും. പരപരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും. പരപരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്റെ മുഖശോഭ മൂലം എന്റെ ദുഃഖം തീർന്നു പോകും. നിന്റെ മുഖശോഭ മൂലം എന്റെ ദുഃഖം തീർന്നു പോകും. പരപരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. 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 സ്തുതിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പാടി സ്തുതിക്കുന്ന കർത്താവെ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. പരപരമേശ വരമരുളീശ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിലെ സന്തോഷം, അങ്ങയുടെ സന്നിധിയിൽ പാടി സ്തുതിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന നല്ല അവസരത്തിനായിട്ട് ഞങ്ങൾ നിന്നെ വീണ്ടും നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. അവിടുത്തെ സന്നിധിയിലെ പ്രമോദം അനുഭവിപ്പാൻ, ആ സന്നിധിയിലെ സന്തോഷം കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തിൽ ഇത്രമാത്രം ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ഈ സന്തോഷം ഞങ്ങളുടെ ഉള്ളിൽ ലഭിക്കുന്നുവെങ്കിൽ നിത്യതയിൽ എത്രമാത്രം സന്തോഷത്തോട് എന്നും അനുദിനം അവിടുത്തെ സന്നിധിയിലെ സന്തോഷവും അവിടുത്തെ സന്നിധിയിലെ പ്രമോദവും അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെ വിളിച്ചതോർത്ത് ഞങ്ങളെ വീണ്ടും വീണ്ടും സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തെങ്കിൽ കർത്താവെ ഞങ്ങൾ നന്ദിയോട് അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. ഞങ്ങളോട് ഇടപെട്ടാട്ട് ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടി ആയിരിക്കുമ്പോൾ ബൈബിൾ റീഡിങ്ങിനായിട്ട് കിടക്കുകയാണ്. ബൈബിൾ റീഡിങ്ങിനായിട്ട് അഞ്ജു ജനീഷ് നമ്മോടൊപ്പമുണ്ട്. സിസ്റ്റർ അഞ്ജു ജനീഷ് മുന്നോട്ട് കടന്നു വരികയും ബൈബിൾ റീഡിങ്ങിൽ നമ്മളെ സഹായിക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും ബൈബിൾ കരങ്ങളുള്ളവർ ബൈബിൾ എടുക്കുകയും വായിക്കുന്ന ഭാഗം ധ്യാനിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. സിസ്റ്റർ അഞ്ജു ജനീഷ്.
വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ദുർനടപ്പും യാതൊരശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്. അവയെ ശാസിക്കുകയത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ച് കേട്ട അനുഗ്രഹീതമായ ആ വേദ ഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് നന്ദിയോടെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ വേദവചനം നമ്മുടെ മൺകൂടാരങ്ങളിൽ ഇടപെടുവാൻ, നമ്മളോട് സംസാരിക്കുവാൻ, ആ വചനം ജീവനും ചൈതന്യവുമുള്ള ദൈവവചനം അത് നമ്മളോട് ഇടപെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ഒരാഴ്ച വിട്ടകാലം മുഴുവനും അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. ഹല്ലേലൂയ. വീണ്ടും ആ വചനം ധ്യാനിക്കുവാനും തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ ചിന്തിക്കുവാനും ദൈവമക്കളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം തുടർമാനമായി ചെയ്തു വരുന്നത് പോലെ ഹല്ലേലൂയ 5 വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ട്. ആ വിഷയങ്ങളെ വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തെ അറിയിക്കാം. അതിനുമേൽ ദൈവം പ്രവർത്തിക്കും. നമ്മുടെ മനസ്സുകളെ, നിലവുകളെ, ഹൃദയങ്ങളെ ദൈവം സമാശ്വസിപ്പിക്കും. ആ വിഷയങ്ങളുമായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയോട് ചേർന്ന് വരികയാണ്. പ്രാരംഭമായിട്ട് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണ പ്രവൃത്തിയെ ലോകമെമ്പാടും അറിയിക്കുവാൻ, ആ മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻ അത് ലോകമെമ്പാടും അറിയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് പ്രത്യേക ശക്തി ദൈവം നമ്മുടെ മേൽ പകരേണ്ടതിനായിട്ട് ദുഷ്ടൻ നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അധികാരത്തോട്, അനുഗ്രഹത്തോട്, ആത്മീക ധൈര്യത്തോട് കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിലായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് ആ വലിയ മഹാദൗത്യം ഏറ്റെടുത്ത് ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പോഷക സംഘടനകളെയും കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് ചർച്ചിനായിട്ട് പ്രാർത്ഥിക്കാം, തുറന്നൂസിൻ്റെ പാഠശാലയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം, അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനായിട്ട്, ദ ഗേറ്റ് ടി വിക്കായിട്ട്, ദ ഗേറ്റ് ഹിന്ദി സെഷനായിട്ട്, ഇന്നർ സർക്കിളിനായിട്ട് എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. ICPMനായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നർ സർക്കിൾ പ്രെയർ മീറ്റിംഗ് എല്ലാ ചൊവ്വാഴ്ചകളിലും കൂടി വരുന്ന പ്രെയർ മീറ്റിംഗ് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ICPM. അതിനായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാ പോഷക സംഘടനകളും എല്ലാ നിലയിലും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, കാൽവറി ക്രൂശിനെ പ്രസിദ്ധമാക്കുവാൻ ഇന്നർ സർക്കിളിൽ ദ ഗേറ്റ് മിനിസ്ട്രീസിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ ഈ മഹാദൗത്യവുമായിട്ട് നമ്മുടെ ശുശ്രൂഷകന്മാർ പ്രവർത്തിക്കുന്നു. അതൊക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. വിശേഷാൽ കേരളത്തിൽ നടക്കുന്ന സഭാ ശുശ്രൂഷകൾക്കായിട്ട് എല്ലാം നമുക്ക് സമർപ്പിച്ച് ഓരോ സ്ഥലത്തെയും ആരാധന കൂട്ടങ്ങളെ, പ്രവർത്തനങ്ങളെ ഒക്കെ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയ അനുഗ്രഹമായി തീരുവാൻ
ശേഷിക്കുന്ന അവസരങ്ങളിൽ കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട് അനേകരോട് നെഞ്ചും നെറ്റിയും കാണിച്ച് ഈ മഹത്വമേറിയ സുവിശേഷം അറിയിക്കുവാൻ ദൈവം ശക്തിയും ബലവും പകരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ എല്ലാ കരുതലുകൾക്കായിട്ട് നമുക്ക് നന്ദി പറയാം. അതുപോലെ ഇന്നത്തെ ഈ ആരാധനയിൽ നമ്മളോടൊപ്പമായിരിക്കുന്ന പല സഹോദരി സഹോദരങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിലും ആവശ്യങ്ങളുമായിട്ട് ഹൃദയത്തിൽ ഞരക്കത്തോടായിരിക്കുന്നവരുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ, ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുൻപേ ദൈവിക സാന്നിധ്യം അവരനുഭവിക്കുവാൻ, ദൈവകരം ആ വിഷയത്തിന്മേൽ ഇറങ്ങുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട്, ആത്മീക ആലോചനകൾ നമ്മെ കേൾപ്പിക്കേണ്ടതിനായിട്ടും, നമ്മുടെ ഹൃദയത്തിൽ ഒരു വിശാലതയുണ്ടായിട്ട് ആ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് ഉൾക്കൊള്ളുവാൻ ഒരു ആത്മീക വിശാലത നമ്മുടെ ഹൃദയങ്ങൾക്ക് ലഭിക്കേണ്ടതിനായിട്ടും, ദൈവിക സാന്നിധ്യത്തിൽ എല്ലാ ശുശ്രൂഷകളും നിറവേറേണ്ടതിനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം. നമുക്കൊരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തൃക്കരം അതിന് മേൽ വെച്ച് ആശീർവദിക്കുമാറാകണം. എല്ലാ വിഷയങ്ങളിലും കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാനിടയാക്കിക്കാട്ട്. വിശേഷാൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന, പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ ഹല്ലേലൂയ കർത്താവേ, ബലമുള്ള കരത്തിന് കീഴിൽ അവരെ ഏൽപ്പിക്കുന്നു. അവരുടെ മേൽ കർത്താവേ സ്തോത്രം അവിടുത്തെ കരം വയ്ക്കുമാറാകണം. സൗഖ്യത്തെ, സമാധാനത്തെ, വിടുതലിനെ കർത്താവ് അയക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഒരു വലിയ വിശാലത എല്ലാ വിഷയങ്ങളും കർത്താവ് തരേണ്ടതിനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ വീണ്ടും ഞങ്ങളോട് സംസാരിക്കണം. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിയന്ത്രിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം സ്വർഗ്ഗ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിൽ ഇങ്ങനെ ഒന്നിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നാം ഒരു പ്രത്യേക വിഷയം ചിന്തിച്ചു വരികയായിരുന്നു. ഇന്ന് ആ വിഷയത്തിൽ തന്നെ ചില കാര്യങ്ങൾ ദൈവം നമ്മളെക്കുറിച്ച് നമ്മളോട് അറിയിക്കുന്ന ആലോചനകളിലേക്ക് നാം വരികയാണ്. ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നാം ചിന്തിച്ചിരുന്ന ഒരു തീമുണ്ട്. അതായത് നാം ആത്മീക ഇസ്രായേൽ അല്ല, വി ആർ നോട്ട് സ്പിരിച്വൽ ഇസ്രായേൽ എന്നൊരു വിഷയമാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. തുടർമാനമായിട്ട് അത് പഠിച്ചുകൊണ്ട് വരികയായിരുന്നു. പല എക്സാമ്പിളുകൾ ആ വിഷയത്തിൽ നമ്മൾ എടുക്കുകയുണ്ടായി. ഒന്ന്, എത്യോപ്യക്കാരൻ ഷണ്ണൻ്റെ സ്നാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അത് യഹൂദീയ പദ്ധതി പ്രകാരമാണ് അദ്ദേഹം സ്നാനപ്പെട്ടത്. അതല്ല ക്രിസ്തീയ പദ്ധതി എന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായി. തുടർന്ന് നമ്മൾ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ നടന്ന ദൈവിക ശുശ്രൂഷ, പത്രോസ് അപ്പോസ്തലൻ കൂടെ അവിടെ നടക്കുന്ന ആ ഒരു വലിയ ശുശ്രൂഷ, അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടിടയായി. അതിനോടനുബന്ധിച്ച് തന്നെ പൗരോഹിത്യത്തെക്കുറിച്ച് നമ്മൾ അല്പം ചിന്തിച്ചു. 2 സെഷനിൽ പൗരോഹിത്യം എന്തിനായിരുന്നു ദൈവം കൽപ്പിച്ചാക്കിയിരുന്നത്, എന്താണ് അതിൻ്റെ പ്രത്യേകത, അതിമഹത്വമേറിയ ഒരു ശുശ്രൂഷയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിറ്റിയിൽ അതിൻ്റെ പ്രസക്തി എന്താണ് ഇവിടുത്തെ ശുശ്രൂഷകൾ, കർത്താവ് ആരെയാണ് ദൈവസഭയിൽ കൽപ്പിച്ചാക്കിയിരിക്കുന്നത്, ആ വിഷയങ്ങളൊക്കെ ഞാൻ ചിന്തിച്ച് വരുന്നതിൽ നിന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വി ആർ നോട്ട് സ്പിരിച്വൽ ഇസ്രായേൽ എന്നൊരു ഭയങ്കര സത്യം, ആ ഒരു വലിയ വിഷയത്തെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് തുടർന്ന് ആ വിഷയത്തിലേക്ക് വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കതിൽ നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കാര്യം പ്രത്യേക സാഹചര്യത്തിൽ ഈസ്റ്റർ സൺഡേ ആയിട്ടൊക്കെ ലോകം കഴിഞ്ഞ ആഴ്ച ഉയർപ്പ് പെരുന്നാളൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മളും ആ ഒരു വിഷയത്തോടനുബന്ധിച്ച് ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുവാനായിട്ട് കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിക്കുവാനും കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ചിന്തിക്കുവാനും ഒക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വേർതിരിച്ചു. തുടർന്ന് വീണ്ടും നമ്മൾ ഈ ആഴ്ചയിൽ ആ തീമിലേക്ക് തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ വേറെ ചില ഡയമെൻഷനുകളിലേക്ക് വരികയാണ്. ഇതിൽ ചില കാര്യങ്ങൾ കൂടെ നിങ്ങളെ പറഞ്ഞ് ആ വിഷയം ഒന്ന് അല്പം കൂടെ ഒന്ന് ഓപ്പൺ ആക്കുവാൻ, മനസ്സിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഇന്ന് റൈറ്റ് ഡിവിഷൻ അല്ലെങ്കിൽ റൈറ്റ്ലി ഡിവൈഡ്, ദൈവവചനത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം, എവിടെയാണ് ദൈവത്താൽ ആ വചനം വിഭജിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസങ്ങളിലും അതിനോടുള്ള ബന്ധത്തിൽ കാട്ടൊലിവായിരുന്നു നമ്മളെ എങ്ങനെ വെട്ടി നല്ലൊലിവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനോട് ആ തായ്തടിയോട് ചേർത്ത് ഒട്ടിച്ചു. അതുപോലെ തന്നെ മറഞ്ഞിരുന്ന സ്വർഗീയ പദ്ധതി, ആ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, അതിൻ്റെ പ്രത്യേകത എന്താണ്,
ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തി എന്താണ് എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് ഈ ഒരു വിഷയം അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. എന്നാൽ ഇന്ന് നമുക്കതെല്ലാം കൂടെ കഴിയത്തില്ല. ഇന്ന് നമ്മൾ റൈറ്റ് ഡിവിഷൻ എന്ന് പറയുന്ന ദൈവവചനത്തിൻ്റെ വിഭജനം എന്നൊരു വിഷയത്തിൽ അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എല്ലാവരും ശ്രദ്ധയോടെ എന്നെ കേട്ടിരിക്കുവാനായിട്ട് നിങ്ങളുടെ ഹൃദയം നിലങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങപ്പെടുവാൻ പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടി ആയിരിക്കുവാനായിട്ട് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുകയാണ്. ഇന്ന് ക്രിസ്ത്യൻഡത്തിന് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അപജയം, ഒരു പരാജയമാണ് ഈ റീപ്ലേസ്മെൻറ്റ് തിയോളജി എന്ന് പറയുന്നത്. അതായത് നാം ആത്മീക ഇസ്രായേലാണ് എന്നുള്ളൊരു ചിന്ത. ഇസ്രായേലിനെ ദൈവം കൈവിട്ട് കളഞ്ഞു. ദൈവ കോപം അവരുടെ മേൽ വന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു കൊന്നുകളഞ്ഞു. അതുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരവീൻ എന്ന് കർത്താവ് അവിടെ മറിയോടും സൂസനയോടും ഒക്കെ പറയുന്ന ആ ഒരു രംഗം ഒക്കെ നമുക്കറിയാം. ആ പറഞ്ഞതും പ്രകാരം അല്ലെന്നുണ്ടെങ്കിൽ ബൈബിളിൽ ആ ഒരു സംഭവം നടക്കുന്നതിൻ്റെ പ്രതിഫലനമായിട്ട് കർത്താവ് അവരെ കൈവിട്ട് കളഞ്ഞുവെന്നും ഇതുവരെയും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വീണുപോയി അതിന് പകരമായിട്ട് നമ്മളെ ചേർത്ത് വെച്ച് നല്ല ഒലിവിനോട് ഒട്ടിച്ചുവെന്നും അങ്ങനെ നമ്മൾ ആത്മീക ഇസ്രായേലായി മാറിയെന്നും നമ്മളങ്ങനെ വിശുദ്ധ കനാനെ നോക്കി ഓടിക്കൊണ്ടിരിക്കുന്നുവെന്നും ഒക്കെയാണ് നമ്മുടെ വിശ്വാസം. ക്രിസ്ത്യൻഡത്തിൽ ഒരു 98%, ഇഫ് നോട്ട് 99, അത്രയും പേര് അതാണ് വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും അവർ പറയുന്നത് നമ്മൾ അങ്ങനൊരു വിശ്വാസം നമുക്കില്ല, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യൻഡം വേറെ വിശ്വാസമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ആക്ച്വലി നമ്മൾ അതിൽ മുങ്ങിക്കിടക്കുക, അതിൽ മുഴുകിക്കിടക്കുക. ആ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ ആരാധന രീതികളിലും അതിലെ വാഗ്ദത്തങ്ങളിലും അതിലെ പ്രമാണങ്ങളിലും ആകെ മൊത്തം ഹോൾ ആൻഡ് സോൾ നമ്മൾ അതിൽ അകപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴും നമ്മൾ പറയുന്നത് ഞങ്ങൾ അങ്ങനെ അല്ല. ഞാൻ ഒരാളിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. മത്തായി എന്ന് പറയുന്ന ഒരാൾ കള്ള് കുടിച്ചിട്ട് ഓടയിൽ കിടക്കുക, അവിടുന്ന് 4 പേരെടുത്ത് തോളിൽ വെച്ചേക്കുക, അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് 4 പേരുടെ തോളിൽ കിടക്കുക, 4 പേരിങ്ങനെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുക. അന്നേരം പുള്ളി അവിടെ കിടന്നുകൊണ്ട് പറയുക, മത്തായി ഇനി 2 കുപ്പി കൂടെ കുടിച്ചാലും ഇതുപോലെ നടന്നു വീട്ടിൽ പോകുമെന്ന് എന്ന് പറഞ്ഞതുപോലാണ് ഇന്ന് ക്രിസ്ത്യൻഡത്തിൻ്റെ അവസ്ഥ. ആകെ മൊത്തം ഈ റീപ്ലേസ്മെൻറ്റ് തിയോളജിയിൽ അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ദൈവം യഹൂദന് കൊടുത്തിരുന്ന ഉപദേശത്തിൽ അകപ്പെട്ടിരിക്കുക നമ്മൾ. എന്നിട്ടും അവിടെ കിടന്നുകൊണ്ട് നമ്മൾ പറയുന്നത് നമ്മൾ റീപ്ലേസ്മെൻറ്റ് തിയോളജി അല്ല ഫോളോ ചെയ്യുന്നതെന്നാണ്. ടു Z കാര്യങ്ങൾ അതിൽ മുങ്ങിയിരിക്കുക. നമ്മുടെ രക്ഷാ പദ്ധതിയാകട്ടെ, നമ്മുടെ ആരാധനയാകട്ടെ, ആചാര്യന്മാരാകട്ടെ, ആലയമാകട്ടെ, കംപ്ലീറ്റ് പോരാന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസാന ഫേസിലാണ് കർത്താവ് 12 അപ്പോസ്തലന്മാരെ എടുക്കുന്നതും ലോകത്തിൽ വന്ന് ദൈവരാജ്യത്തിലേക്ക് കടക്കാവുന്ന ഒരു അതിമഹത്തായ ശുശ്രൂഷ അവരെ ഏൽപ്പിക്കുക. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് അവർ കടക്കുക. അവരുടെ കാലഘട്ടത്തിൽ തന്നെ അവരതിലേക്ക് കടക്കുമെന്ന് പറഞ്ഞ് ദൈവം അവരെ ഏൽപ്പിച്ചൊരു മഹാദൗത്യമൊക്കെ ലോകത്തിൽ ചിതറിക്കിടക്കുന്ന സകല യഹൂദനെയും ഇത് അറിയിക്കണം. പ്രത്യേകം കൃപകളും വരങ്ങളും അവരുടെ മേൽ പകർന്ന്, പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ പകർന്ന് ലോകത്തിൽ സകലതും ചെയ്യുവാനുള്ള അധികാരം കൊടുത്ത്, മരിച്ചവരെ വരെ ഉയർപ്പിക്കാൻ, ലോകത്തിൽ പാപം വരെ മോചിക്കുവാനുള്ള അധികാരവും ദൈവം അവരുടെ മേൽ പകർന്ന് ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ ആക്കിയിരുന്നത്. അതെല്ലാം അന്നൊന്നും ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചിട്ടേ ഇല്ല. അവരുടെ പിതാക്കന്മാർ മുതൽ അവരോട് കൊടുക്കുന്ന വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണം നിറവേറിയത്. ഇന്ന് നമ്മൾ അവരുടെ മേലെ കംപ്ലീറ്റ് ആ ഉപദേശമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തരുടെയും പേരിൽ പള്ളി പണിതേക്കുകയും ഉപദേശങ്ങൾ സ്വീകരിച്ചിരിക്കുകയും അപ്പോസ്തോലിക ഉപദേശത്തിന്മേൽ നിൽക്കുന്ന സഭയെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ആക്ച്വലി ആ അപ്പോസ്തോലിക ഉപദേശം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വലിയ ഡിബേറ്റബിൾ വിഷയമാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു പക്ഷേ തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വലിയ അതിശയമായിട്ട് തോന്നിയേക്കാമെങ്കിലും ഇതുപോലെ നമ്മൾ ആ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെയും ദൈവം ഭൂമിയിൽ സ്ഥാപിക്കുന്ന സ്വർഗരാജ്യം എന്ന പദ്ധതിയുടെയും കീഴിൽ നമ്മളായിരിക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദിയ പദ്ധതിയിൽ നമ്മളായിരിക്കുക. സെയിൻറ്റ് തോമസ്, സെയിൻറ്റ് പീറ്റർ, സെയിൻറ്റ് ജോൺ, സെയിൻറ്റ് ജെയിംസ്, സെയിൻറ്റ് ജോർജ്, സെയിൻറ്റ് ബർത്തലോമായി കംപ്ലീറ്റ് 12 അപ്പോസ്തലന്മാരുടെ മേലെ നമ്മൾ ഉപദേശങ്ങളും ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുക. ഇനിയും അതല്ല, ഈ പള്ളി നിൽക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും ഈ ആരാധനാലയങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങൾക്ക് കൂടെ അതാണ് പേരിട്ടിരിക്കുന്നത്. ആ സ്ഥലങ്ങളെ തന്നെ വിളിക്കുന്നത് സിയോൻ എന്നും ഹെബ്രോൻ എന്നും കർമ്മേലെന്നും ഗിൽഗാൽ എന്നും, മനസ്സിലായോ, യെരുശലേമെന്നും ബേത്ലഹേമെന്നും അതുപോലുള്ള കംപ്ലീറ്റ് ഹോൾ ആൻഡ് സോൾ അതിൽ മുഴുകിയിരിക്കുക. റീപ്ലേസ്മെൻറ്റ് തിയോളജി മൊത്തത്തിൽ റീപ്ലേസ് ചെയ്തിരിക്കുക. നമ്മൾ ആ സ്ഥാനത്ത് വന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക.
സംഭവം നമുക്കതൊരു ഇഷ്ടമുള്ള സംഗതി കൂടിയാണ്. നമ്മളെന്തോ അവരുടെ ഒരു എക്സ്റ്റൻഷനാണ്, അവിടെയാണ് നമ്മുടെ തറവാടെന്നൊക്കെ പറയുന്നത്. നമ്മൾ വലിയ അഭിമാനമായിട്ടാണ് കാണുന്നത്. എന്നാൽ ആക്ച്വലി ക്രിസ്ത്യാനിറ്റി ഇതല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ചെറിയ കൂട്ടമുണ്ട്. അവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെട്ടത് എന്തിനാണ്? അതിലൂടെ നടന്നിരിക്കുന്ന ദൈവിക പദ്ധതി എന്താണെന്ന് ദൈവം മനസ്സിലാക്കി കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ കൂട്ടം, ഒരു ശേഷിപ്പ്, ഒരു റെമനൻ്റ്, അവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്കതിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവം ഭാഗ്യം തന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ ചെന്ന് ചേരുമെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുവാനായിട്ട് ഞാൻ വിട്ടുതരിക. ഒത്തിരി പേരൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ തെറ്റങ്ങ് ശരിയായിട്ട് മാറത്തില്ല. ദൈവം ജനക്കൂട്ടത്തെ കണ്ട് പ്രസാദിക്കുന്ന ജനം ദൈവമല്ല. നോഹയുടെ കാലത്ത് 8 പേരാണ് രക്ഷപ്പെടുന്നത്, 8 പേര്. ബാക്കിയെല്ലാം വെള്ളം കുടിച്ച് ചത്തുപോവുക. ഈ ലോകത്തിൽ നിന്ന് ദൈവം അവരെ തുടച്ച് നീക്കുക. ജനക്കൂട്ടം ഒത്തിരി പേരെല്ലാം കൂടി ഇത് ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ദൈവം അതങ്ങ് ശരിയാക്കി മാറ്റത്തില്ല. കുറേ നാൾ കഴിയുമ്പോഴത്തേനൊരു തെറ്റ് ശരിയായിട്ട് മാറത്തില്ല. ആ തെറ്റായിട്ട് തന്നെ തുടരും. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുവാനും സത്യത്തിൽ എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് മനസ്സിലാക്കുവാനും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ തിരുവചനം നമ്മളെ അറിയിക്കുന്നത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനമാണ്. ഇതിൽ കൂടെ ദൈവം നമ്മളോട് എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഇതിനെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ പദ്ധതി എന്ന് നമുക്ക് അറിയാതെ പോയെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ടൊരു ഗുണവും ഇല്ലാത്ത രീതിയിലായി പോകും. ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കാര്യം നമുക്ക് ഇന്ന് നമ്മൾ ഇതിൽ എഴുതിയിരിക്കുന്ന ആരാധനാക്രമങ്ങളും യാഗങ്ങളും പെരുന്നാളുകളും തിരുനാളുകളും ഒക്കെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ദൈവിക ഉപദേശത്തിൽ നമ്മൾ മാറിപ്പോവുക. അതിന് എവിടെ വെച്ച് ആ കാര്യങ്ങളെ വിഭജിച്ച് നമ്മൾ പഠിക്കണം എന്നുള്ള വിഷയമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഞാൻ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നൊരു ഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം, അതിൻ്റെ 28, 29 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നു: അത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കും നാൾ വരെ ഞാൻ ഈ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ചേർന്ന് പെസഹ ആചരിക്കുന്ന ഒരു സമയമാണ്, ഒരു സന്ദർഭമാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു പുതിയ നിയമത്തിൻ്റെ, ഇതെൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു, ഇത് സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ നിത്യരാജ്യത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം കുടിക്കുന്നത് വരെ, ഭക്ഷിക്കുന്നത് വരെ ഇതിൽ നിന്ന് ഇനി അനുഭവിക്കത്തില്ല എന്നവരോട് പറയുന്ന ഒരു രംഗമാണ്. ഈ പാപമോചനത്തിനായി ചൊരിയുന്ന എൻ്റെ രക്തത്തിന് പുതിയ നിയമം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഒരു നിയമമേ അന്ന് നിലവിലുള്ളൂ, 2 നിയമമില്ല. പഴയ നിയമം എന്ന് പറയുന്ന, നമ്മൾ പഴയ നിയമം എന്ന് പറയുന്ന, അല്ലെന്നുണ്ടെങ്കിൽ അവർ തനാഖ് എന്ന് പറയുന്ന ഒരു നിയമം മാത്രമേ അന്ന് നിലവിലുള്ളൂ. നമ്മുടെ ഈ തനാഖ്, നമ്മുടെ ഈ പഴയ നിയമം എന്ന് പറയുന്നതാണ് അവരുടെ തനാഖ്. ഇതും അതും തമ്മിൽ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ല. നമുക്ക് 39 പുസ്തകമുണ്ട്, അവർക്ക് 24 പുസ്തകമായിട്ട് അതിനെ കൺസോളിഡേറ്റ് ചെയ്തിരിക്കുന്നതിൽ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ് ദെയർ തനാഖ്. മനസ്സിലായോ? അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ നിയമമാണത് തനാഖ്. അതിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളാണ് പെൻഡറ്റുക്ക്, തോറ എന്ന് പറയുന്ന നിയമങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. 5 പുസ്തകങ്ങളാണ് തോറ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം കൊടുത്തിരിക്കുന്ന നെവീം അല്ലെന്നുണ്ടെങ്കിൽ കെത്തുവീം എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ, അതായത് നബിമാർ, പ്രവാചക പുസ്തകങ്ങൾ, മറ്റുള്ള കാവ്യ പുസ്തകങ്ങൾ, പോയറ്റിക്കൽ ബുക്സ്, മറ്റേ വിസ്ഡം ബുക്ക്, ഹിസ്റ്റോറിക്കൽ ബുക്ക്, അതെല്ലാം കൂടി ചേർന്ന് തോറ എന്നും നെവീം എന്നും കെത്വീം എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന ആ 24 പുസ്തകങ്ങളുള്ള ആ ബുക്ക് തന്നെയാണ് നമ്മുടെ ഓൾഡ് ടെസ്റ്റമെൻ്റ് അല്ലെങ്കിൽ പഴയ നിയമം എന്ന് പറയുന്നത്. ഒരു വള്ളിയാകട്ടെ പുള്ളിയാകട്ടെ അതിനകത്തിൽ നിന്ന് വ്യത്യസ്തം വന്നിട്ടില്ല. ചെറിയ കൺസോളിഡേഷനിൽ മാത്രം നമുക്ക് 39 പുസ്തകമായിട്ട് തന്നെ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്തിരിക്കുന്നു, അവരതിനെ 24 ആക്കിയിരിക്കുന്നു. അത്രയും വ്യത്യാസമേ ഉള്ളൂ. കർത്താവ് ഇവിടെ പറയുക, ഇത് എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു എന്ന് പറഞ്ഞ് അവരോടുകൂടി ആ പെസഹ ആചരിക്കുമ്പോൾ അവിടെ നിലവിലുള്ള ഒരു നിയമം മാത്രമേ ഉള്ളൂ.
ദൈവം പറയുന്നത് ഇതെൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ ഒരു പുതിയ നിയമത്തെക്കുറിച്ചാണ് കർത്താവ് അവിടെ റെഫർ ചെയ്യുന്നത്. ഈ പുതിയ നിയമം എന്ന് പറയുന്നത് അവർക്ക് ദൈവം കൊടുക്കാനിരിക്കുന്ന ഒരു നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ ഓൾറെഡി ഒരു നിയമമുണ്ട്, ഇനി ദൈവം ഒരു പുതിയ നിയമം അവർക്ക് കൊടുക്കാൻ പോവുകയാണ്. ആ നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ നിയമം കർത്താവ് ലോകത്തിൽ വരുന്നതിന് ഏകദേശം ഒരു 600 വർഷങ്ങൾക്ക് മുമ്പ് ഇരമ്യാവ് ലോകത്തിൽ വന്നപ്പോൾ കർത്താവ് ഇരമ്യ പ്രവാചകനിൽ കൂടെ അവരെ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യമാണത്. അവരോട് പറയും, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുന്നു. നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ആ നിയമം പോലെയല്ല, ഞാനൊരു പുതിയ നിയമം ചെയ്യും. ആരോട്? ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും. അതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവജനം, ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവജനം. അവരിപ്പോൾ 2 ഗ്രഹമായിട്ട് മാറിയിരിക്കുക. നോർത്തേൺ കിങ്ഡം എന്നും സൗത്തേൺ കിങ്ഡം എന്നും പറഞ്ഞിട്ട് അവർ 2ആയിട്ട് വിഭജിച്ചിരിക്കുക. നോർത്തേൺ കിങ്ഡത്തെയാണ് ഇസ്രായേൽ എന്നറിയപ്പെടുന്നത്, സൗത്തേൺ കിങ്ഡമാണ് യഹൂദിയ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് ദൈവം അവരോട് പറയുക, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. ഇങ്ങനൊരു പുതിയ നിയമം ചെയ്യുന്നതിനെക്കുറിച്ച് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം അവരോട് അറിയിച്ചിരിക്കുക. ആ നിയമത്തിൻ്റെ നിവർത്തീകരണം, ആ നിയമം അവർക്ക് ദൈവം കൊടുക്കാൻ പോവുകയാണ്. ആ നിയമത്തിൻ്റെ അത് പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപായിട്ട് അതിനെ രക്തം തളിച്ച് ശുദ്ധീകരിക്കണം. ദൈവം പറയുകയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി തരുന്ന പുതിയ നിയമം എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു. കർത്താവ് ആ പുതിയ നിയമത്തിന്മേൽ ദൈവത്തിൻ്റെ രക്തം തളിച്ച് അതിനെ അവർക്ക് പ്രാബല്യത്തിലാക്കി അവർക്ക് കൈമാറുന്നതിനെക്കുറിച്ചാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇവിടെ യെരമ്യാ പ്രവചനം 31-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഈ വിഷയം അല്പം കൂടെ നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. യെരമ്യാ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അതിങ്ങനെ പറയുന്നു, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. മനസ്സിലായോ? ദൈവം അവരോട് അരുളപ്പാട് കൊടുക്കുക, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യും. അതെന്തിനാ? ഈ പഴയ നിയമം അവരനുസരിച്ചിട്ടില്ല. അതാണ് അടുത്തത് പറയുന്നത്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. അതാണ് ഓൾഡ് ടെസ്റ്റമെൻ്റ്, ഇവരുടെ കയ്യിലിരിക്കുന്ന ആ തോറ. അതുപോലെയല്ല, ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ ഭാര്യ എന്നുള്ള നിലയിലാണ് ദൈവം അവരെ കാണുന്നത്. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും എൻ്റെ നിയമം അവർ ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. 33-ാമത്തെ വാക്യം. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഏത് കാലം? ഈ ഒരു കാലഘട്ടം കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തോടുകൂടി ഒരു വലിയ കാലഘട്ടം അവസാനിക്കും. അതിനുശേഷം ഞാനൊരു പുതിയ നിയമം ചെയ്യും. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ആരോട്? ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. മനസ്സിലാകുന്നുണ്ടോ? ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾക്കിത് മനസ്സിലാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനൊരു വലിയ ഓഫർ, വലിയൊരു അരുളപ്പാട് 600 വർഷം മുമ്പേ അവർക്ക് ലഭിച്ചിരിക്കുക. ആ കാര്യത്തിൻ്റെ നിവർത്തീകരണം ഇവിടെ നടക്കാൻ പോവുകയാണ്. ഒരു പുതിയ നിയമം ദൈവം അവർക്ക് കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെ മേൽ ദൈവം തൻ്റെ രക്തം തളിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഈ വരുവാനിരിക്കുന്ന പുതിയ നിയമത്തെ റെഫർ ചെയ്തുകൊണ്ടാണ് കർത്താവ് അവരോടൊപ്പം പെസഹ കഴിക്കുമ്പോൾ പറയുന്നത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് കർത്താവ് പറയുമ്പോൾ ഇവിടെ ദൈവം അവർക്ക് കൊടുക്കാനിരിക്കുന്ന, അല്ലെങ്കിൽ യിരെമ്യാ പ്രവാചകനിൽ കൂടി അവരെ അറിയിച്ചിരിക്കുന്ന ആ ഒരു പുതിയ നിയമത്തെ റെഫർ ചെയ്തുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇത് എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നുവെന്ന്. യഹൂദനോട് പറയുക, അവരോട് പറഞ്ഞിട്ടുള്ളൊരു വലിയ പ്രോമിസാണ്, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുന്നു. ഈ പഴയ നിയമം ഒരു കാലത്തിന് ശേഷം അത് മാറിപ്പോകും. ഒരു പുതിയ നിയമം കർത്താവ് ചെയ്യാൻ പോവുക. ആ രക്തത്തിന് പുതിയ നിയമമാകുന്നു എന്ന് പറയുകയാണ്.
അങ്ങനെ അവരോട് പറയുക, ഈ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ആ ശുശ്രൂഷ തുടർമാനമായിട്ട് അവർ ചെയ്യണം. 1000 ആണ്ടിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ അവരായിരിക്കുമ്പോഴും അത് തുടർന്ന് ചെയ്യും. കർത്താവ് പറയുക, ഞാൻ സ്വർഗരാജ്യത്തിൽ നിങ്ങളോടൊപ്പം ഇതിൽ നിന്നും ഭക്ഷിക്കുന്നത് വരെ ഈ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്നും അനുഭവിക്കത്തില്ല എന്ന് കർത്താവ് അവരോട് പറയുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം അവർക്ക് കൊടുക്കാനിരിക്കുന്ന ഒരു പുതിയ നിയമമുണ്ട്. ആ നിയമം പ്രാബല്യത്തിൽ വരുന്നതിനെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഇവിടെ ദൈവം നമുക്കൊരു പുതിയ നിയമവും തന്നിട്ടില്ല. നാം ഒരു പുതിയ നിയമത്തിൻ്റെയും ബേസിസിലല്ല ക്രിസ്ത്യാനിയായി മാറിയിരിക്കുന്നത്. ഏത് നിയമമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുവാൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരിക. ബൈബിളിനെ നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ വേർതിരിച്ചെങ്കിലും പുതിയ നിയമത്തിലെ ഏത് നിയമപ്രകാരമാണ് നമ്മൾ ക്രിസ്ത്യാനി ആയിരിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുവാൻ ഞാൻ വിടുകയാണ്. ഇന്ന് നാം ക്രിസ്ത്യാനി ആയിരിക്കുന്നത് ഒരു നിയമവും ഫോളോ ചെയ്തിട്ടല്ല, ഒരു നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജാതീയ ഗണമാണ് നമ്മൾ. ഒരു കണ്ണിനും ദയ തോന്നാതെ, ഒരു കാലത്ത് ഇസ്രായേൽ പൗരതയോട് യാതൊരു സംബന്ധവുമില്ലാതെ, വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരുമായി കിടന്നിരുന്ന നമ്മളെ, ലോകത്തിൽ ദൈവമില്ലാത്തവരായി കിടന്നിരുന്ന നമ്മളെ, ആശേരായെയും അർത്തമീസിനെയും തമ്മൂസിനെയും ഒക്കെ ആരാധിച്ച് അന്യ ദൈവങ്ങൾക്കും അന്യ ആരാധനയിലായിരുന്ന നമ്മളെ ദൈവം കൃപയാൽ രക്ഷിച്ചിരിക്കുക. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു രക്ഷിത ഗണമാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്തെങ്കിലും ലോ കിട്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആ നിയമപ്രകാരം രക്ഷിക്കപ്പെട്ടതോ 10 കൽപ്പനയും പ്രമാണവും ഒക്കെ കിട്ടി അതെല്ലാം നമ്മൾ പാലിച്ചിട്ട് ആയിരിക്കുന്ന ഒരു ഗ്രൂപ്പ് അല്ല. വി ആർ ജസ്റ്റ് മിയർലി ബിക്കോസ് ഓഫ് ദ ഗ്രേസ് വി ആർ സേവ്ഡ്. ഹല്ലേലൂയ. ഇവിടെ ഒരു നിയമവും നമ്മൾ ഒരുത്തരോടും ദൈവം ചെയ്തിട്ടില്ല. ഏത് നിയമമാണ് നമ്മളോട് ചെയ്തിരിക്കുന്നത്? ഒരു നിയമവും നമ്മളോട് ചെയ്തിട്ടില്ല. അവരോട് കർത്താവ് പറയുകയാണ്, അവർക്ക് കൊടുത്തിരുന്ന ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ഉണ്ട്. ആ കാര്യങ്ങൾ നിവൃത്തിയായി കഴിയുമ്പോൾ ദൈവം അവർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് കർത്താവ് പറയുന്നത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും സകല ജാതീയ ദേശത്തും ഇസ്രായേൽ ജനം ചിതറിക്കിടക്കുകയാണ്. അവരോട് ഈ സത്യസുവിശേഷം അറിയിക്കാനാണ് ദൈവത്തിൻ്റെ ആ ഒരു വലിയ ഗ്രേറ്റ് കമ്മീഷൻ അവരെ ഏൽപ്പിക്കുന്നത്. ഇത് തന്നെയാണ് 12 ശിഷ്യന്മാരും പ്രസംഗിച്ചിരുന്നത്. ഉദാഹരണത്തിന് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്നത് ഡിറ്റോ ആണ്. ഇത് എക്സാക്ട്ലി ഇതേ കാര്യം തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട്, ആരാത്? മുഴുവനും ഇസ്രായേൽ ജനമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓടിക്കൂടിയിരിക്കുന്ന ഇസ്രായേൽ ജനമാണ്. ഓടിക്കൂടിയിരിക്കുന്നല്ല, പെന്തക്കോസ്ത് പെരുന്നാളിന് വന്നിരിക്കുന്നവർ. അവരോട് പറയുക, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, എന്തിന്? നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇത് നമുക്ക് മാത്രമല്ല, ദൂരസ്ഥരും വിളിച്ചു കൂട്ടുന്ന എല്ലാവർക്കും ദൈവജനത്തിന് വേണ്ടിയിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ഓഫറാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിലാകപ്പെടും. ഇത് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വലിയ ദൈവിക പദ്ധതിയാണ്. ഹല്ലേലൂയ. ഇതാണ് യഹൂദിയ പദ്ധതി, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദൈവം കൊടുത്തിരുന്ന ആ ഒരു ദൈവിക അനുഭവം. ഇവിടെ കർത്താവ് നിയമം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് യഹൂദനോടാണ്, നമ്മളോടല്ല. ഒരു ജാതിയനോട് ഒരു നിയമവും കർത്താവ് ചെയ്തിട്ടില്ല, ചെയ്യുമെന്നും പറഞ്ഞിട്ടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ വാഗ്ദത്ത ജനമാണ്. അവർ വാഗ്ദത്ത നാടിനെ നോക്കി ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. ഒരു വലിയ വാഗ്ദത്ത പദ്ധതിയിൽ അവരായിരിക്കുന്നത്. അതാണ് ദൈവം അവർക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി ചില കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ അവർ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും. അതാണ് ദൈവം അവരുടെ പിതാക്കന്മാരോട് പറഞ്ഞത്. ഇവിടെ പറയുന്നുണ്ട്, അവരുടെ പിതാക്കന്മാർക്ക് ദൈവം ഒരു നിയമത്തെ കൊടുത്തു, അവരത് പാലിച്ചില്ല. അവരത് പാലിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ദൈവം അവരെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകളഞ്ഞിരിക്കുകയല്ല. പിതാക്കന്മാർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിനാണ് ക്രിസ്തു ലോകത്തിൽ വന്നതിൻ്റെ ഒരു പർപ്പസ്. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ആ വാഗ്ദത്തം ദൈവം നിറവേറ്റും. അതുകൊണ്ട് അവരുടെ അനുഗ്രഹങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടി എന്ന് പറഞ്ഞൊരു റീപ്ലേസ്മെൻറ്റ് തിയോളജിയുടെ ഒരു ഭയങ്കര തള്ളിക്കയറ്റം, അങ്ങനെ ഒരു തെറ്റായ ഉപദേശം ക്രിസ്ത്യൻഡത്തിൽ വ്യാപരിച്ച് നമ്മുടെ കണ്ണിനെ അത് മൂടിയിരിക്കുക. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു ചെതുമ്പൽ മൂടിയിരിക്കുന്നത് പോലെ, എന്തോ ചെതുമ്പൽ മാതിരി കണ്ണിൽ നിന്ന് വീണു എന്നാണ് പറയുന്നത്. ഈ ചെതുമ്പലിൻ്റെ ഒരു വലിയ പാട നമ്മളെ മൂടിയിരിക്കുക. അത് കാരണം ക്രിസ്ത്യാനിറ്റി എന്താണെന്നോ, ക്രൂശിൽ കൂടി തുറന്നിരിക്കുന്ന രക്ഷാപദ്ധതി എന്താണെന്നോ ഇന്ന് ക്രിസ്ത്യാനിക്ക് അറിയത്തില്ല.
യഹൂദിയ പദ്ധതി എന്താണെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മുടെ കംപ്ലീറ്റ് റിസർച്ച് നടക്കുന്നത്. അതിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സാത്താന്യ തന്ത്രം എന്ന് പറയുന്നത്. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഞാൻ ഇതിനൊന്ന് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ദൈവം, ഞാൻ വായിക്കുന്നില്ല, പുറപ്പാട് പുസ്തകം 19-20 അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദൈവം നിയമം കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മനസ്സിലായോ? പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം നിങ്ങൾക്ക് വായിച്ചാൽ കാണാം. 20-ാം അധ്യായത്തിൽ ദൈവം നിയമങ്ങൾ കൊടുക്കുക, കൽപ്പനകളെ കൊടുക്കുക. എന്നാൽ ഈ കൊടുത്തപ്പോൾ തന്നെ ആ നിയമങ്ങൾ അങ്ങ് പ്രാബല്യത്തിൽ വന്നില്ല. അത് പ്രാബല്യത്തിൽ വരുന്നത് 24-ാം അധ്യായത്തിലാണ്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൽ മോശെ യാഗം കഴിച്ച് ആ യാഗമൃഗത്തിൻ്റെ രക്തം എടുത്തിട്ട് ഈ നിയമത്തിന്മേലും ജനത്തിൻ്റെ മേലും തളിച്ചു കഴിയുമ്പോഴാണ് ഈ നിയമം പ്രാബല്യത്തിലാവുന്നത്. ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാൻ, ചില ഭാഗങ്ങൾ മാത്രം ഒന്ന് വായിച്ചിട്ട് ഈ വിഷയം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാനായിട്ട് നോക്കാം. 24-ാമത്തെ അധ്യായം അതിൻ്റെ 6, 7, 8 വാക്യം മാത്രം വായിക്കാം. മോശെ രക്തത്തിൽ പാതി എടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചു, രക്തത്തിൽ പാതി യാഗപീഠത്തിന്മേൽ തളിച്ചു. അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു. ദൈവം കൊടുത്ത നിയമമാണ്, അതെടുത്ത് ജനം കേൾക്കെ വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കാമെന്ന് അവർ പറഞ്ഞു. ഒരു എഗ്രിമെൻ്റ് അവിടെ ചെയ്യുക. അപ്പോൾ മോശെ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു നിയമത്തിൻ്റെ രക്തം, അതായത് ആ നിയമത്തിൻ്റെ മേലൊരു യാഗമൃഗത്തിൻ്റെ രക്തം തളിച്ച് ആ നിയമം പ്രാബല്യത്തിൽ വരികയാണ്. ഈ നിയമത്തിൻ്റെ രക്തം ഇതാ എന്ന് പറഞ്ഞിട്ട് ആ നിയമം അന്ന് മുതൽ അവിടെ പ്രാബല്യത്തിലാകുകയാണ്. ഇതാണ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ദൈവം അവർക്ക് കൊടുത്തതും അത് പ്രാബല്യത്തിലാകുന്ന ഒരു രീതി. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പുതിയ നിയമം ദൈവം അവർക്ക് കൊടുക്കുമെന്ന് പറയുക. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുന്നു. മനസ്സിലായോ? ആ നിയമത്തിൻ്റെ കാര്യമാണ് കർത്താവ് ഇവിടെ പ്രതിപാദിക്കുന്നത്. എന്നാൽ കാൽവറി യാഗത്തോട് നമുക്ക് കാണാം ഈ പുതിയ നിയമം, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ തനാക്കിൽ പറഞ്ഞിരുന്ന തോറ എന്ന് പറയുന്ന നിയമഭാഗം അത് മാറിപ്പോവുകയാണ്. ആലയത്തിൻ്റെ പ്രാധാന്യം, അതായത് നിയമം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതനുസരിക്കുവാനായിട്ട് കൊടുത്തിരുന്ന അതിൻ്റെ വിധി പ്രകാരമുള്ള ആചാരങ്ങളും വഴിപാടുകളും യാഗങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന അതെല്ലാം മാറിപ്പോവുകയാണ്. നമുക്കറിയാം, അഹരോന്യ പൗരോഹിത്യം മാറിപ്പോവുകയാണ്, ഈ ആലയം മാറിപ്പോവുകയാണ്, ഈ പ്രമാണം മാറിപ്പോവുകയാണ്. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നില്ല. എബ്രായ ലേഖനം മുഴുവനും ഇതാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾ വായിക്കുവാനായിട്ട് ഞാൻ വിടുകയാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയറായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണ്ണത വന്നെങ്കിൽ അഹരോന്യ പൗരോഹിത്യം അവിടെ മാറിപ്പോയി എന്ന് പറയുക. അതിന് കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ ലേവ്യ പൗരോഹിത്യത്തിൻ്റെ കീഴിലല്ലാതെ മൽക്കീസേദേക്കിൻ്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? എബ്രായ ലേഖനത്തിൽ കൂടെ പറയുകയാണ്, ആ പൗരോഹിത്യം മാറിപ്പോയി. ലേവ്യ പൗരോഹിത്യം, അഹരോന്യ പൗരോഹിത്യം മാറിപ്പോയി. പുതിയൊരു പൗരോഹിത്യം, കർത്താവായ യേശു ക്രിസ്തു മഹാപുരോഹിതനായിട്ട് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അത് എല്ലാ വർഷവും കൂറിൻ്റെ ക്രമപ്രകാരം മാറി മാറി വരുന്ന ഒരു പൗരോഹിത്യമല്ല, നിത്യ പൗരോഹിത്യം. അവൻ എന്നേക്കുമായി ഒരു നിത്യ പരിഹാരം അതിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുക. ആ പൗരോഹിത്യം മാറിപ്പോയി എന്ന് പറയുക. 8-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രമാണങ്ങൾ നീങ്ങിപ്പോയി നമുക്ക് കാണാം. ഒന്നാമത്തെ നിയമത്തെ കുറവില്ലായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു. ഒന്നാമത്തെ നിയമം അതാണ് ഈ തോറ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പഴയ നിയമം. അതിൽ കുറവില്ലായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു. ആ നിയമങ്ങളും പ്രമാണങ്ങളും എല്ലാം മാറിപ്പോയി. 9-ാമത്തെ അധ്യായം അതിൻ്റെ 11 മുതൽ 16 വരെ പഠിച്ചു കഴിഞ്ഞാൽ പൗരോഹിത്യം മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം. കർത്താവായ യേശു ക്രിസ്തു മഹാപുരോഹിതനായിട്ട് വരുന്നു. മനസ്സിലായോ? അതായത് വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്താലല്ല, തൻ്റെ സ്വന്തം രക്തത്താൽ ഒരിക്കലായി വിശുദ്ധ പർവ്വതത്തിൽ പ്രവേശിച്ച് വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു കാളക്കിടാങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ കാൽവറിയിൽ
താൻ ചൊരിഞ്ഞ സ്വന്തം രക്തത്താൽ ആ കുഞ്ഞാട് ആ കാൽവറിയിലൂടെ ഒഴുകിയ സ്വന്തം രക്തം എടുത്തുകൊണ്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ ആ രക്തവുമായിട്ട് മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് ഹോളി ഓഫ് ഹോളീസിൽ ആണ്ടിലൊരിക്കൽ ഈ രക്തവുമായിട്ട് കയറുന്നത് പോലെ മഹാപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം രക്തവുമായിട്ട് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് കയറി ഒരു വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് അന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ പഴയ പൗരോഹിത്യ വ്യവസ്ഥ മാറിപ്പോയി. ആലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലവും പരിശുദ്ധ സ്ഥലവും തമ്മിലുള്ള വ്യത്യാസമില്ലാതെയായി. ഈ കാര്യങ്ങളെല്ലാം മാറിപ്പോയി എന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന പുസ്തകമായ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലോട്ട് കയറിയാൽ തന്നെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായികയാൽ ആണ്ടുതോറും കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. ഇതെല്ലാം വരുവാനിരുന്ന നന്മകളുടെ നിഴലായിരുന്നു എന്ന് പറയുകയാണ്. മനസ്സിലാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ പഴയ നിയമം അവിടെ വെച്ച് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഡിമോളിഷ് ചെയ്യുകയാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം മാത്രം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നമ്മളോടുള്ള ബന്ധത്തിൽ ഇത് ഇവരോട് പറയുന്ന കാര്യങ്ങളാണ്. യഹൂദിയ വിധി പ്രകാരം അവർക്ക് കൊടുത്തിരിക്കുന്ന നിയമത്തെക്കുറിച്ച് എബ്രായ ലേഖനം എബ്രായരോട് പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നത് കണ്ടില്ലോ, ഇങ്ങനെയാണ്: അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത്. അതിനെയാണ് ഈ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ന്യായപ്രമാണ പുസ്തകങ്ങൾ. നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന ആ കൈയെഴുത്ത് നടുവിൽ നിന്ന് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതിനെ ഡിസ്മാൻഡിൽ ചെയ്ത് കംപ്ലീറ്റ് ഡിമോളിഷ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കീഴിലല്ല നാം ഇന്ന് ജീവിച്ചിരിക്കുന്നതും നാം ഇന്ന് ക്രിസ്ത്യാനിയായിരിക്കുന്നതും. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം പറയുക: യു ആർ നോട്ട് അണ്ടർ ദ ലോ ബട്ട് അണ്ടർ ദ ഗ്രേസ്. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്ര അധീനരായിരിക്കുന്നത്. വി ആർ നോട്ട് അണ്ടർ ദ ലോ, വി ആർ അണ്ടർ ദ ഗ്രേസ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു രക്ഷിത ഗണമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ ആദ്യ കാലങ്ങൾക്ക് മുതലേ ഈ ചർച്ച് ഫാദേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം മുതലേ നമ്മളെ സമൂഹം ഇതിനോട് ചേർത്തിരിക്കുന്നതിനാൽ വിട്ടുമാറാൻ വയ്യാത്ത രീതിയിൽ നാം ഒരു യഹൂദിയ വിശ്വാസത്തിൽ അകപ്പെട്ടു പോയിരിക്കുക. അതുകൊണ്ട് ഇന്ന് ജനങ്ങൾക്കിത് പറഞ്ഞാലും മനസ്സിലാകാത്ത രീതിയിൽ കണ്ണിലൊരു ഭയങ്കര പാട മൂടിയിരിക്കുക. ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് ജനത്തിന് അറിയാൻ വയ്യാത്ത രീതിയിൽ നമ്മൾ അകപ്പെട്ടു പോയിരിക്കുക. എൻ്റെ ഒരു ചെറിയ ശ്രമമോ ഒരു ചിലർക്കെങ്കിലും ഇതൊന്നും മനസ്സിലായി ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന്. കർത്താവ് ലോർഡ്സ് സപ്പറിൽ ഇവിടെ റെഫർ ചെയ്യുന്ന പുതിയ നിയമം യഹൂദനോട് ചെയ്യാനിരിക്കുന്ന നിയമത്തെക്കുറിച്ചാണ്. ഐ വിൽ മേക്ക് എ ന്യൂ കവനന്റ് വിത്ത് ദ ഹൗസ് ഓഫ് ഇസ്രായേൽ ആൻഡ് ഹൗസ് ഓഫ് ജൂദ. യഹൂദ ഗ്രഹത്തോടും ഇസ്രായേൽ ഗ്രഹത്തോടും ഞാൻ പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുന്നു എന്ന് കർത്താവ് പറയുക. ആ നിയമത്തെ റെഫർ ചെയ്തുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇത് എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു. അതിൻ്റെ പുറത്ത് കുഞ്ഞാടിൻ്റെ രക്തം തളിക്കുന്നതിനെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൻ്റെ ഈ പുതിയ നിയമം. അതിൻ്റെ പുറത്ത് കുഞ്ഞാടിൻ്റെ രക്തം തളിക്കുന്നതിനെക്കുറിച്ചാണ് മോശെ ആ യാഗമൃഗത്തിൻ്റെ രക്തം ദൈവം കൊടുത്ത നിയമത്തിൻ്റെ മേൽ തളിക്കുന്ന നേരം മുതൽ അത് പ്രാബല്യത്തിൽ വരിക എന്ന് പറഞ്ഞതുപോലെ ഈ പുതിയ നിയമത്തിൻ്റെ മേൽ കർത്താവായ യേശു ക്രിസ്തു ആകുന്ന കുഞ്ഞാടിൻ്റെ രക്തം തളിച്ച് അതിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരിക. അതാ കർത്താവ് പറഞ്ഞ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഇവിടെ എബ്രായ ലേഖനത്തിൽ ഒരു ഭാഗം കൂടെ വായിച്ചു കഴിഞ്ഞാൽ ഇത് കുറേ കൂടെ ക്ലിയറാണ്. ഞാൻ വായിച്ച് അവസാനിപ്പിക്കാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും പോകുക. 9-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 22 വരെയുള്ള ഭാഗങ്ങൾ പെട്ടെന്ന് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇവിടെ പറയുകയാണ്, നിയമമുള്ളിടത്ത് നിയമകർത്താവിൻ്റെ മരണം തെളിയുവാൻ ആവശ്യം. നിയമമുള്ളിടത്ത് ഒരു പുതിയ നിയമം ദൈവം കൊടുക്കുക. ആ നിയമമുള്ളിടത്ത് നിയമകർത്താവിൻ്റെ മരണം തെളിയുവാൻ ആവശ്യം. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. നിയമകർത്താവിൻ്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണശേഷം ആ കാൽവറി കുഞ്ഞാടിൻ്റെ രക്തം അതിൽ തളിക്കുമ്പോൾ ആ നിയമം പ്രാബല്യത്തിൽ വരിക. അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. ആദ്യ നിയമം എന്ന് പറയുന്നത് ഓൾഡ് ടെസ്റ്റമെൻറ്റാണ്. അതും രക്തം കൂടാതല്ല പ്രതിഷ്ഠിച്ചതെന്ന് പറയുക. മോശെ ന്യായപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം ഞാൻ മുമ്പേ വായിച്ച് കേൾപ്പിച്ച ഭാഗമാണ്. പശുക്കിടാങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ഈ പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ദൈവം
മോശയെ കൊണ്ട് തളിപ്പിക്കുക. അന്ന് മുതൽ ആ രക്തം, ആ നിയമം പ്രാബല്യത്തിലാകുക. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞു. ഇത് നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞു. ഇതേ സംഗതിയാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ ഈ പറയുന്നത്. പുതിയ നിയമത്തിൽ ഇത് എൻ്റെ രക്തത്തിൻ പുതിയ നിയമമാകുന്നു എന്ന് പറഞ്ഞ അതേ കാര്യം പഴയ നിയമത്തിൽ മോശെ ഈ ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തം അതിൻ്റെ മേലെ തളിക്കുന്നത് പോലെ പുതിയ നിയമം അവർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിയമത്തിന്മേൽ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം രക്തം തളിക്കുന്നതിനെ കുറിച്ചാണ് കർത്താവ് മത്തായിൽ റെഫർ ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ വിഭജിച്ച് വെച്ചിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഈ വിഭജനം പോലെ പുതിയ നിയമം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ നിയമത്തെക്കുറിച്ചല്ല അവിടെ പ്രതിപാദിക്കുന്നത്. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ആ നിയമം ഇതുവരെയും അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, ഇതുവരെയും അവരുടെ ഇടയിൽ പ്രാബല്യത്തിലായിട്ടില്ല. അത് തുടങ്ങിയ ദിവസമായിരുന്നു പെന്തക്കോസ്ത് നാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ പുതിയ നിയമം ദൈവം അവർക്ക് കൊടുക്കുവാനായിട്ട് അവരുടെ മധ്യത്തിൽ ദൈവം പരിശുദ്ധാത്മാവിനെ പകർന്ന് ആ പുതിയ നിയമത്തെ അവരുടെ ഉള്ളിലാക്കുന്ന ദിവസം, അല്ലെങ്കിൽ അവർക്ക് പകർന്നു കൊടുക്കുന്ന ദിവസമായിരുന്നു ഈ പെന്തക്കോസ്ത് നാളെന്ന് പറയുന്നത്. നിങ്ങൾ മറന്നു പോകല്ല, പഴയ നിയമത്തിലെ പെന്തക്കോസ്ത് നാളെന്ന് പറയുന്നത് സീനായിൽ വെച്ച് അവർക്ക് ഈ കൽപ്പന ലഭിച്ച നാളാണ്. പഴയ നിയമത്തെ ദൈവം അവർക്ക് കൊടുത്ത ദിവസം മോശയെ വിളിച്ചിട്ട് സീനായി മലയിൽ വിളിപ്പിക്കുകയും ആ കൽപ്പന കൊടുത്ത ദിവസമാണ് പെന്തക്കോസ്ത് നാളെന്ന് പറയുന്നത്. ഈ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവാ ദൈവം ലോകത്തിലേക്ക് വന്ന് അവരെ അഭിഷേകം ചെയ്ത് അനുഗ്രഹത്തിൽ നിറഞ്ഞ് അവരുടെ പിതാക്കന്മാർ മുതലേ പറഞ്ഞിരുന്ന ഒരു വലിയ ദിവസത്തിൽ ആ പുതിയ നിയമം അന്ന് അവർക്ക് ദൈവം കൈമാറുകയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇസ്രായേൽ ആസ് എ ഹോൾ അത് ഫോളോ ചെയ്യാഞ്ഞതുകൊണ്ടും മഹാപുരോഹിതൻ മുതൽ താഴെ വരെ മെയിനായിട്ടൊരു 90% ജനം അത് അംഗീകരിക്കാതിരുന്നത് കൊണ്ടും ആ കാര്യങ്ങൾ പിന്നീട് അവിടെ പ്രാബല്യത്തിൽ വരുവാനായിട്ടിടയായില്ല. ദൈവം അവർക്ക് കൊടുക്കുവാനായിട്ട് ആ പുതിയ നിയമം അവരുടെ ഇടയിൽ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ ദിവസമാണ് പെന്തക്കോസ്ത് നാൾ. അവർ ദൈവത്തെ അനുസരിച്ചിരുന്നുവെങ്കിൽ, അവർ കർത്താവിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും അറിഞ്ഞ് കർത്താവിനെ പിൻപറ്റിയിരുന്നെങ്കിൽ ദൈവം ആ പുതിയ നിയമം അവരുടെ ഉള്ളിൽ സ്ഥാപിച്ചേനെ. നന്മയും കരുണയും അവരുടെ ഉള്ളിൽ ദൈവം പകർന്നേനെ. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിക്കാം. അവിടെ പറയുകയാണ്, എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു നാളുമല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. ഇവർ അത് ലംഘിച്ച് കളഞ്ഞത് കാരണം, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ലംഘിച്ചത് കാരണം, ഈ കൽപ്പനയെ അവർക്ക് സ്വീകരിക്കാൻ കഴിയാതെ വണ്ണം അവർ ദൈവത്തെ, കർത്താവായ യേശു ക്രിസ്തുവിനെ മശിഹയായിട്ട് അംഗീകരിക്കാഞ്ഞത് കാരണം അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് ആ രക്ഷ വരുന്നത്. അവരത് സ്വീകരിച്ചിരുന്നുവെങ്കിൽ, അവരത് അനുസരിച്ചിരുന്നുവെങ്കിൽ അവരിൽ കൂടി ലോകരാജ്യങ്ങൾ മുഴുവനും അനുഗ്രഹിക്കപ്പെട്ടേനെ. അവരാണ് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സിൻ്റെ ചാനൽ എന്ന് പറയുന്നത്. അവരിൽ കൂടി ആ രക്ഷ നമുക്ക് വന്നേനെ. എന്നാൽ അവരനുസരിക്കാതെ പോയതുകൊണ്ട് ദൈവം പറയുകയാണ്, ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു. അവരനുസരിക്കാതെ പോയതുകൊണ്ട് ദൈവം അവരെ വിട്ടുകളഞ്ഞിട്ട് നമുക്ക് ദൈവം ഒരു രക്ഷാ പദ്ധതി ഒരുക്കിയിരിക്കുക. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും, അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായെങ്കിൽ അവരുടെ യഥാസ്ഥാപനം എത്രയധികം അവരെ ദൈവം യഥാസ്ഥാനത്താക്കുന്ന ഒരു ദിവസമുണ്ട്. അത് ദൈവം അബ്രഹാമിനോട് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ഈസഹാക്കിനോടും യാക്കോബിനോടും മോശയോടും ദാവീദിനോടും ഒക്കെ ദൈവം പ്രോമിസ് ചെയ്തിരിക്കുന്നതാണ്. അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ ദൈവരാജ്യം. ആ വിളിയല്ല ക്രിസ്ത്യാനികളായ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രമാണത്തെ അല്ല നാം ഈ പുതിയ നിയമം എന്ന് പറഞ്ഞിട്ട് ബൈബിളിൽ നമ്മൾ ഈ ഫോളോ ചെയ്യുന്നത്. ദൈവം കർത്താവിൻ്റെ കരുണയാൽ നമ്മളോട് അറിയിച്ചിരിക്കുന്ന അരുളപ്പാടുകളാണ്. സ്വർഗത്തിൽ ഉലക സ്ഥാപനത്തിന് മുമ്പേ മറഞ്ഞിരുന്ന സ്വർഗീയ മർമ്മം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഭാഗമാണ് നാം ഈ പുതിയ നിയമ പുസ്തകങ്ങളിൽ വായിക്കുന്ന, എസ്പെഷ്യലി അപ്പോസ്തലനായ പൗലോസിൽ കൂടെ നമ്മളെ അറിയിച്ചിരിക്കുന്ന 13 ലേഖനങ്ങൾ. ഹല്ലേലൂയ. ഇതിനെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ സത്യം നമുക്ക് മനസ്സിലാകാതെ പോകും. സാത്താൻ ഇന്ന് ആരെ വിഴുങ്ങേണ്ടെന്ന് കരുതി, അലർന്ന സിംഹം പോലെ ഏത് തന്ത്രത്തിൽ നമ്മളെ കൊടുക്കാം എന്ന് കരുതി ദൈവവചനത്തിൽ കൂടി തന്നെ നമ്മളെ കുരുക്കി തെറ്റിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. നാം ആത്മീക ഇസ്രായേൽ അല്ല, നമ്മുടെ വിളി സ്വർഗത്തിൽ നിന്നുള്ളതാണ്. നാം ഒരു ബ്രാക്കറ്റ് പീരീഡിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നവരാണ്. ഈ ബ്രാക്കറ്റ് പീരീഡിനെയാണ് കൃപായുഗം അല്ലെങ്കിൽ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഇവിടെ ദൈവം കർത്താവിൻ്റെ കാൽവറിയിലെ രക്തത്തിൽ വിശ്വസിക്കുന്ന ജനത്തെ വീണ്ടെടുക്കുന്ന ഒരു പദ്ധതിയാണ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ.
അതിൻ്റെ ഭാഗമായിരിക്കുന്നു നമ്മെ ചേർപ്പാൻ ദൈവം വാനമേഘങ്ങളോളം വരും. അങ്ങനെ നാം നിത്യം സ്വർഗത്തിൽ പോവുകയും നിത്യം സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം വസിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പദ്ധതിയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് ഞാൻ പറയുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന പദ്ധതി. ഹല്ലേലൂയ. ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകുവാനായിട്ട് ട്രഡീഷണലി പിതാക്കന്മാരുടെയും പിതൃസമ്പ്രദായങ്ങളുടെയും ഒക്കെ പുറകെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെടും. അന്ന് നാം കർത്താവിൻ്റെ സന്നിധിയിൽ മുഖാമുഖം നിൽക്കേണ്ടതായിട്ട് വരും. ഈ പറയുന്ന ആരും തന്നെ നമ്മുടെ കൂടെ കാണത്തില്ല. കർത്താവിൻ്റെ മുന്നിൽ കണക്ക് കൊടുക്കേണ്ടുന്ന ഒരു ദിവസമുണ്ട്. മരിച്ചു പോകുന്നതുകൊണ്ട് എല്ലാം തീരുകയല്ല, നാം നിത്യ നരകാഗ്നിയിൽ അകപ്പെട്ടു പോകാനിടയാകായി തീരാതെ ഇന്ന് നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ആ രക്ഷാപദ്ധതിയുടെ ഭാഗമായി തീരുവാൻ ഞാൻ വിനീതമായിട്ട് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. എല്ലാവരും ആ രക്ഷാപദ്ധതിയിൽ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ചിരിക്കുന്ന ആ രക്ഷണ പദ്ധതിയിലെ വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ഒരു സിമ്പിൾ ഗോസ്പൽ, ഒരു സിമ്പിൾ ഗോസ്പൽ, അതിലെ വിശ്വാസത്തിലും സമർപ്പണത്തിലും നാം ഇന്ന് രക്ഷിക്കപ്പെടുകയും രക്ഷിക്കപ്പെട്ട ജനത്തെ ദൈവം മുദ്രയിടുകയും ചെയ്യുക. പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിട്ട് സൂക്ഷിക്കുക. വീണ്ടെടുപ്പിന് നാൾ വരെ അതിമഹത്തായ ഈ ദൈവിക പദ്ധതിയെ മനസ്സിലാക്കുവാൻ ദൈവം ഓരോരുത്തരുടെ ഹൃദയം തുറക്കട്ടെ. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇത് മനസ്സിലായി ഈ സന്തോഷത്തിൽ അനുദിനം കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുകയും ലോകത്തിൽ എന്തെല്ലാം നടക്കട്ടെ, ആകാശം തലകിഴ മറിയട്ടെ, ഭൂമി തലകിഴ മറിയട്ടെ. ഹല്ലേലൂയ. ഇതൊന്നും നമുക്ക് വിഷയമല്ല. കാര്യം നമ്മുടെ നിത്യത സുരക്ഷിതമാണ്. നമ്മുടെ നിത്യത ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാത്ത ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പ് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ഒരു വലിയ വിശ്വാസം നമ്മളെ ഭരിക്കട്ടെ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി കർത്താവിന് കൊള്ളാവുന്നവരായി നിൽക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ ഈ പറയുന്ന വചനങ്ങൾ ആരെയും പ്രത്യേകിച്ച് വ്യസനിപ്പിക്കാനുള്ള ഹൃദയത്തിൽ കുത്തുകൊള്ളുവാൻ വേണ്ടിയിട്ട്, സത്യമാർഗത്തിലേക്ക് തിരിയുവാൻ വേണ്ടിയിട്ട്, അതിനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനത്തിൽ കൂടി എന്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന, ഇത് എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു. ഏത് പുതിയ നിയമത്തെയാണ് കർത്താവ് റെഫർ ചെയ്യുന്നത്? ദൈവം അവർക്ക് കൊടുക്കാനിരിക്കുന്നത്. ഈ നിയമം മുഴുവനും ദൈവം അവരോടാണ് ചെയ്തിട്ടുള്ളത്. ജാതികളായിരുന്ന ഒരു കണ്ണിനും ദയ തോന്നാതെ തള്ളിക്കളഞ്ഞിരുന്ന നമ്മളോട് ഒരു നിയമവും ദൈവം ചെയ്തിട്ടില്ല. ഒരു നിയമത്തിന് നമ്മൾ യോഗ്യരല്ല. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാ നില അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ക്രൈസ്റ്റ് ബി വിത്ത് യു. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. വരും ആപത്തിൽ നൽതുണതാൻ, പേരും താപത്തിൽ നൽതണതാൻ. വരും ആപത്തിൽ നൽതുണതാൻ, പേരും താപത്തിൽ നൽതണതാൻ. ഇരുൾ മൂടുവിൻ ജീവിതപാതയിലും വരും വെളിച്ചവും അഭയവും താൻ. ഇരുൾ മൂടുവിൻ ജീവിതപാതയിലും വരും
ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുമതാൽ ഒരു ദോഷവും എനിക്കു വരാം. തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുമതാൽ ഒരു ദോഷവും എനിക്കു വരാം. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. വിണ്ണിൽ വാസസ്ഥലമൊരുക്കി വരും പ്രാണപ്രിയൻ നിരവിൽ. വിണ്ണിൽ വാസസ്ഥലമൊരുക്കി വരും പ്രാണപ്രിയൻ നിരവിൽ. അന്നു ഞാനവൻ മാറി മറഞ്ഞിടുമേ, കണ്ണിൽ പൂർണ്ണമായി തോന്നിടുമേ. അന്നു ഞാനവൻ മാറി മറഞ്ഞിടുമേ, കണ്ണിൽ പൂർണ്ണമായി തോന്നിടുമേ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. 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 നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി വീണ്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവെ ഈ ശുശ്രൂഷ ആരംഭിച്ച സമയം മുതൽ ഇതുവരെയും അവിടുത്തെ തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചു. കർത്താവെ, നല്ലൊരു കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ തിരുവചനങ്ങളെ ധ്യാനിപ്പാനും കർത്താവെ അങ്ങേ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ ഞങ്ങൾക്ക് നൽകിത്തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കേൾക്കുന്ന വചനങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹവും വലിയ വിടുതലുമാക്കി തീർക്കുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് കർത്താവെ ഇവിടെ ശുശ്രൂഷിച്ച എല്ലാ ശുശ്രൂഷകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് അവിടെ നിറച്ചതിനായി സ്തോത്രം. കർത്താവെ, തുടർന്നും അവിടുത്തെ സാന്നിധ്യവും കാവലും ഞങ്ങളുടെ കൂടിയിരിക്കണം. ഇപ്പോൾ ഞങ്ങൾ പിരിയുമ്പോൾ പിരിയാത്ത സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. എല്ലാ മഹത്വവും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ. വന്ദനം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധ ആത്മാവിൻ്റെ കൂട്ടായ്മ അടികളോടും അടികളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴെപ്പോഴും കർത്താവിൻ്റെ വരവ് വരെയും എന്നും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം ഒരാഴ്ച വട്ടം കൂടെ നടക്കുവാൻ വേണ്ടുന്ന എല്ലാ കൃപകളും പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. മാറാനാഥ, ഗ്രേസ് ബി വിത്ത് യു. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ.
പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും ആരിതൻ നന്ദിനു തുല്യമില്ലൊന്നും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും നൽകിയവൻ രക്ഷാദാനം എന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം നൽകിയവൻ രക്ഷാദാനം